ശ്രീറാം ഫിനാൻസിനെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലം മരുതുംപള്ളി സ്വദേശി സമുൻ ഇല്ലാത്ത ലോണിന്റെ പേരിൽ തനിക്ക് 65 ലക്ഷം രൂപ ബാധ്യത ചുമത്തിയെന്നാണ് പരാതി. സിബിൽ സ്കോർ പരിശോധിച്ചപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതെന്നും സുമൻ ആരോപിച്ചു. വടക്കൻ ജില്ലകളിൽ ശ്രീറാം ഫിനാൻസിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് കൊല്ലത്തും സമാന പരാതിയുമായി ആളുകൾ എത്തുന്നത്. പലരും സിബിൽ സ്കോർ പരിശോധിക്കുമ്പോഴാണ് തങ്ങളുടെ പേരിൽ ലോണുള്ളതായി തിരിച്ചറിയുന്നത്. കൊല്ലം മരുതുംപള്ളി സ്വദേശിയായ സുമന് എടുക്കാത്ത ലോണിന്റെ പേരിൽ 65 ലക്ഷം രൂപയാണ് ബാധ്യത. പുതിയ വാഹനം വാങ്ങാനായി സിബിൽ സ്കോർ പരിശോധിച്ചപ്പോഴാണ് ബാധ്യത കണ്ട് സുമൻ ഞെട്ടിയത്. പേരിൽ 2 ലോൺ 2012 കിടക്കുന്നത്, അതുകൊണ്ട് 31 ലക്ഷം രൂപ 21 വർഷം തന്നെ 2 ലോൺ അടുപ്പിച്ചെടുത്തേക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ ഡിസംബർ തൊട്ട് അടച്ചു തുടങ്ങിയേക്കുന്നത് ആരുടെ പേരിലാണെന്നോ എന്ത് പേരിലാണെന്ന് എനിക്കറിയത്തില്ല. കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ മാനേജർ വിളിച്ചായിരുന്നു. പുള്ളി പറയുന്നത് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ എന്തോ ഈ സിസ്റ്റത്തിൽ വന്നേക്കുന്നത്, അത് ഉടൻ അടുത്ത ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയർ മാറുമ്പോൾ ഇതെല്ലാം തന്നെ മാറിക്കോളൂന്ന് ഫോണിന്ന്, അല്ലാതെ ഒന്നും വരത്തില്ലെന്നൊക്കെ പറയുന്നത്. 2012 കാലയളവിൽ 4 ലക്ഷത്തിലധികം രൂപ 2 തവണയായി വായ്പ എടുത്തിട്ടുണ്ട്. 2 വായ്പയുടെയും കുടിശ്ശിക ചേർത്ത് 65 ലക്ഷത്തിലധികം രൂപയാണ് ബാധ്യതയായി കാണുന്നത്. ഇതേ ലോണിൽ 2026 നവംബർ മാസം മുതൽ ലോൺ എടുത്ത അജ്ഞാതൻ തിരിച്ചടയ്ക്കുന്നുണ്ട്. ആരാണ് ആ അജ്ഞാതൻ എന്ന ചോദ്യത്തിന് ശ്രീറാം ഫിനാൻസിന് മറുപടിയില്ല. സാങ്കേതിക തകരാറാണെന്നാണ് വിശദീകരണം. സംഭവത്തിൽ സുമൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.